നമ്മുടെയെല്ലാം വീടുകളിൽ നാം പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്താറുണ്ട്. എന്നാൽ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് നിങ്ങൾ വീടുകളിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒന്നിനോടൊന്ന് ചേർത്ത്, അതായത് രണ്ട് ചെടികൾ ഒന്നിച്ച് നട്ടു വളർത്തുമ്പോൾ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വീടുകളിലേക്ക് നൽകുന്ന ചെടികളെ പറ്റിയാണ്. ഇപ്രകാരം ഈ ചെടികൾ നിങ്ങൾ വീടുകളിൽ ഒരുമിച്ച് നടുമ്പോൾ ഇവ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയുമൊക്കെ ഇരട്ടിയായി വന്നു ചേരുവാനിടയാകും. മാത്രമല്ല, ഇപ്പോൾ നാം ഈശ്വര കടാക്ഷം തുളുമ്പി നിൽക്കുന്ന മകരമാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചെടികൾ ഇതുവരെ വീടുകളിൽ നട്ടു വളർത്താത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ ചെടികൾ പരമാവധി ഈ മകരമാസത്തിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും നട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യമായി നിങ്ങളുടെ വീടുകളിൽ ഒരുമിച്ച് നട്ടുവയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടികളാണ് മഞ്ഞളും തുളസിയും. ഇവ രണ്ടും ഒരുമിച്ച്, അതായത് അടുത്തടുത്ത് ചട്ടികളിലായോ അതല്ല എന്നുണ്ടെങ്കിൽ തറയിൽ തൊട്ടടുത്തായുമൊക്കെ നട്ടുവെക്കാവുന്നതാണ്. അതുപോലെ തന്നെ തുളസി തറയിലും വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലുമൊക്കെ ഇവ ഒരുമിച്ച് നട്ടു വളർത്തുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. ഈ രണ്ട് ചെടികളും ലക്ഷ്മി കടാക്ഷം അത്രയേറെ ലഭിച്ചിട്ടുള്ള രണ്ട് ചെടികളാണ്. ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുവാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, അമ്മ മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാനുമൊക്കെ ഈ ചെടികൾ വളരുന്നതിനാലും പൂവിടുന്നതിനാലുമൊക്കെ കാരണമാകും. അതിനാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ രണ്ട് ചെടികൾ ഒരുമിച്ച് നട്ടു വളർത്തുവാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായി, നിങ്ങളുടെ വീടുകളിൽ ഒന്നിച്ച്, അതായത് ഒരേ ചട്ടികളിലായോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തൊട്ടടുത്തായോ നട്ടുവെക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള രണ്ട് ചെടികളാണ് കറ്റാർ വാഴയും പനിക്കൂർക്കയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഔഷധ ഗുണം അത്രയേറെ ഉള്ള രണ്ട് ചെടികളാണ് കറ്റാർ വാഴയും പനിക്കൂർക്കയും എന്നുള്ളത്. ഔഷധ ഗുണത്തോടൊപ്പം തന്നെ ഒരു വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുവാനും അതുപോലെ തന്നെ പോസിറ്റീവ് ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നല്ല രീതിയിൽ നിലനിർത്തുവാനുമൊക്കെ സഹായിക്കുന്ന ചെടികൾ കൂടിയാണ് ഇവ. ഈ ചെടികൾ ഒരുമിച്ച് വളരുമ്പോൾ പോസിറ്റീവ് ഊർജം ഇരട്ടിയായി നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ രണ്ട് ചെടികൾ ഒരുമിച്ച് നട്ടുപിടിപ്പിക്കുവാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരേ ചട്ടികളിലായോ അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് രണ്ട് ചട്ടികളിലായോ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വളരെ വൃത്തിയോടെയും നല്ല രീതിയിലുള്ള പരിപാലനത്തോടെയും ഈ ചെടികൾ വളർത്തിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഈ രണ്ട് സസ്യങ്ങൾ ഒരുമിച്ച് വളരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ അകന്ന് ആ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും വന്നു നിറയും എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്തതായിട്ട്, നിങ്ങളുടെ വീടുകളിൽ ഒരുമിച്ച് നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള രണ്ട് ചെടികളാണ് മഞ്ഞളും നെല്ലിമരവും. ഈ നെല്ലിമരം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷവും മഞ്ഞൾ ചെടി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നെല്ലിമരവും മഞ്ഞളുമൊക്കെ ഒന്നിച്ച് വീടിൻ്റെ കിഴക്ക് ദിശയിലോ അതല്ല എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിലോ ഒക്കെ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് പിന്നെ ദാരിദ്ര്യം എന്താണെന്ന് പോലും നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരില്ല.
ഈ ചെടികൾ നന്നായി വളരുന്നത് വീട്ടിലെ ധനവരവ് ഇരട്ടിപ്പിക്കുകയും അതിസമ്പന്നതയിലേക്ക് ആ വീട് ചെന്നെത്തുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും വരുവാനായി ഒന്നിച്ച് നട്ടു വളർത്തേണ്ട 2 ചെടികളാണ് മണി പ്ലാന്റും വെറ്റിലയും. മണി പ്ലാന്റ് തെക്ക് കിഴക്കേ മൂലയിലും വെറ്റിലയുടെ ചെടി വീടിൻ്റെ വടക്ക് ഭാഗത്തും ഒരേ ദിവസം ഒരേ സമയം നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതായത് ഒരു ചെടി ഒരു ദിവസം വാങ്ങിക്കൊണ്ടുവന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ചെടി നട്ടുവയ്ക്കുവാൻ പാടില്ല. 2 ചെടിയും ഒരേ ദിവസം ഒരേ സമയം തന്നെ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വര കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ നിറയുകയും സമ്പത്തും നേട്ടങ്ങളുമൊക്കെ നിങ്ങൾക്ക് കൈവരികയും ചെയ്യും. ഇനി നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഒരുമിച്ച് നട്ടുവളർത്തേണ്ട 2 ചെടികളാണ് മഹാവിഷ്ണു ഭഗവാനും ഭഗവതിക്കുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട തെച്ചിയും മന്ദാരവും. വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് ഈ ചെടികൾ നട്ടുപിടിപ്പിക്കേണ്ടത്. ഈ ചെടികൾ ഒരുമിച്ച് നട്ടതിന് ശേഷം തെക്ക് കിഴക്കേ മൂലയിൽ ഇവ പൂവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട് രാജകൊട്ടാരത്തിന് തുല്യമാകുമെന്നാണ് പറയുന്നത്. അതിനാൽ ഈ മകരമാസത്തിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അധ്യായം കാണുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ നിങ്ങൾ തീർച്ചയായും ഈ 2 ചെടികളും നിങ്ങളുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ പരമാവധി ഒന്ന് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ വീടിൻ്റെ കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരുമിച്ച് നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള 2 ചെടികളാണ് നന്ദ്യാർ വട്ടവും അരൂതയും. ഈ 2 ചെടികൾ വീടിൻ്റെ കന്നിമൂലയിൽ വളരുന്നതും പൂവിടുന്നതുമൊക്കെ ആ വീട്ടിലെ തലമുറകളുടെ ഭാവിയുടെ ഉന്നമനത്തിനും സാമ്പത്തികമായ നേട്ടങ്ങൾക്കുമൊക്കെ ഏറ്റവും സഹായകവുമാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇവ വളരുന്നതിനനുസരിച്ച് നമ്മുടെ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം നിറയുകയും ഈശ്വരാധീനം വളരെ അധികമായി നമ്മുടെ മേൽ വരികയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഒരുമിച്ച് ഒരു ചട്ടിയിലായോ അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായോ ഒക്കെ നട്ടുവയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള 2 ചെടികളാണ് ശംഖുപുഷ്പവും മഞ്ഞളും. ഈ 2 ചെടികളും ലക്ഷ്മി ദേവിയെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന, അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന 2 ചെടികളാണ്. ഈ ചെടികൾ നല്ല രീതിയിൽ വൃത്തിയോടെ നട്ടുപരിപാലിക്കുന്നതും അവ നല്ല രീതിയിൽ പൂവിടുന്നതുമൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് സമ്പത്തും സമൃദ്ധിയും സർവ്വ ഐശ്വര്യവുമൊക്കെ വന്നു നിറയുവാൻ ഇടയാക്കും. അപ്പോൾ ഈ ചെടികളൊക്കെ നിങ്ങൾ വീടുകളിൽ ഇപ്രകാരം ഒരുമിച്ച് നടുന്നതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുവാനായി നട്ടുവെക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ചെടികൾ സമ്പത്തിനും ഐശ്വര്യത്തിനുമായി നട്ടുവെക്കുന്ന കാര്യം മറ്റുള്ളവർ അറിയാതെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നടുന്ന സമയത്തും നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പരിപാലനം നൽകുന്ന സമയത്തും നല്ല രീതിയിൽ ഈ ചെടികൾ പൂവിട്ട് നിൽക്കുന്ന സമയത്തുമൊക്കെ മറ്റുള്ളവർ അതിലൊരു അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ വന്നേക്കാം. അതിനാൽ ഈ ചെടികൾ ഒന്നിച്ച് നിങ്ങൾ രഹസ്യമായി നട്ടുവെക്കുന്നതാണ് ഏറ്റവും ഗുണഫലങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് നൽകുന്നത്. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതിനു മുൻപ് തന്നെ ഈ ചെടികൾ ഇപ്രകാരം നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളിലും പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.